വളരെ വൈകിയാണെങ്കിലും അമേരിക്കയ്ക്ക് വിവേചന ബുദ്ധി ഉണ്ടായി എന്ന് തന്നെയാണ് പ്രത്യാശ പ്രകടിപ്പിക്കേണ്ടത്. ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുന്നതൊക്കെ വരും വരായികളെക്കുറിച്ച് വളരെ വ്യക്തമായി ആലോചിച്ചതിന് ശേഷം തന്നെയെന്ന് വ്യക്തം. പക്ഷേ ഇസ്രായേൽ ഒരു രീതിയിലും അവരുടെ നെറികെട്ട കളികൾ അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. അതിനുള്ള തിക്തഫലങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രധാന നഗരങ്ങളെല്ലാം ചുട്ടുചാമ്പലാക്കുന്ന രീതിയിൽ തന്നെയാണ് മിസൈൽ ആക്രമണങ്ങൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ വ്യോമപാതകളെ എല്ലാ രീതിയിലും ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണെങ്കിൽ അതിനെയെല്ലാം ഹാക്ക് ചെയ്തുകൊണ്ട് ആ പ്രോസസ്സിനെ തന്നെ നിർവീര്യമാക്കുന്ന രീതിയിലേക്കാണ് ഇറാൻ ഏജന്റുമാർ പ്രവർത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഫോഴ്സ് മൊസാദിൻ്റെ രഹസ്യ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിൽ മൊസാദിൻ്റെ സ്പൈ വർക്കുകൾ പരിപൂർണമായി കണ്ടുപിടിച്ചു എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ അവകാശവാദം പറയുന്നത് ഇറാനിലെ പരമോന്നത അധികാരിയായി ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുന്ന മൊജ്തബ ഖമനേയിയെ ഒരാഴ്ചയ്ക്കുള്ളിൽ അടിയറവ് പറയിക്കും, വകവരുത്തും എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ ഗീർവാണമടിക്കുകയാണ്. ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിന് ഇറാൻ കൊടുത്ത മറുപടി ശക്തമായിരുന്നു. അതിലേറെ പ്രതികാര ബുദ്ധിയോടുകൂടി ഇറാൻ നീക്കുപോക്കുകൾ നടത്തുകയാണ്. കടലിടുക്കിൽ ചരക്ക് ഗതാഗതം സമീപിക്കാൻ ഇറാനെ കൊണ്ട് കഴിഞ്ഞു. ഇറാൻ വിചാരിച്ചപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുതിപ്പിക്കാൻ കഴിഞ്ഞു. ഇറാന് ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കയ്ക്കെതിരെ തിരിക്കാൻ കഴിഞ്ഞു. മധ്യേഷ്യയിൽ ഇറാൻ്റെ വാക്കുകൾക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുള്ളത് അറിയിച്ചു കൊടുത്തു. ബ്രിക്സ് രാജ്യങ്ങൾ സമാന്തരമായ കറൻസി ഇറക്കുകയാണെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുമെന്ന് പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം റഷ്യയും മറ്റു രാജ്യങ്ങളുമെല്ലാം US-നെതിരെയുള്ള ആയുധമാക്കി വിജയിപ്പിക്കാൻ ഒരു പരിധിവരെ കഴിയുന്നു എന്നുള്ളതാണ്. ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് 1-2 ആഴ്ചകൾ കൊണ്ട് തീരുന്നതല്ല ഈ പോരാട്ടം. ഇത് രാജ്യത്തിനേറ്റ ക്ഷതത്തിനെ മറികടക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു സുവർണാവസരമാണ്. യുദ്ധം ഇന്നോ നാളെയോ വച്ചവസാനിപ്പിക്കാൻ കഴിയുന്നതിന് പകരം നിബന്ധനകൾ അനേകം അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇസ്രായേൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്തിടത്തോളം കാലം ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം നടത്തുക തന്നെ ചെയ്യും. അത് അമേരിക്ക എന്നല്ല ഏത് രാജ്യം വന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാലും ഇസ്രായേലിൻ്റെ ഭരണാധികാരികളോട് ക്ഷമിക്കുകയില്ല എന്ന് മസൂദ് പെസഷ്കിയാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്.